പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളും ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അരിതമെറ്റിക് പ്രോഗ്രഷൻ സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ചോദ്യം ചെയ്യാനുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. ഇൻ ആൻ എ പി ദ ഫസ്റ്റ് ടൈം ഇസ് 2. ഒരു എ പിയുടെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് ദ നെക്സ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമിൻ്റെ സം എന്ന് പറയുന്നത് അടുത്ത 5 ടേമിൻ്റെ സമ്മിൻ്റെ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ളത് ഈ എ പിയുടെ 20th ടേം എന്ന് പറയുന്നത് -112 ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ ആദ്യം ഇതിലെ ഗിവൺ കണ്ടീഷൻസ് ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 5 ടേമിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ഒരു എ പി എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? a, a+b, a+2d, a+3d, etc. ഇങ്ങനെയാണ് നമ്മൾ ജനറലി ഒരു എ പി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുക്കുന്നത്. ഇതിലെ ആദ്യത്തെ 5 ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? a+b+, a+2d+, a+3d+, a+4d. അപ്പോൾ ആദ്യത്തെ 5 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ സം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ എ എ എ എ. എത്ര ഏകളുണ്ട് നോക്കുക നിങ്ങൾ. എത്ര ഏകളുണ്ട്? 5 ഏകളുണ്ട്. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 5a പ്ലസ് ഇവിടെ 4d, ഇവിടെ 7d, ഇവിടേക്ക് എത്തുമ്പോൾ 9d പ്ലസ് d എന്ന് പറയുമ്പോൾ എത്ര വരും? 10d വരും. അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 5 ടേമിന്റെ സമ്മാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 5 ടേമിന്റെ സമ്മ കണ്ടുപിടിക്കാം. a+5d പ്ലസ് a+6d പ്ലസ് a+7d പ്ലസ് a+9d ഈക്വൽ ടു എ എന്ന് പറയുന്നത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ 5 ഏകളെ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? 5a പ്ലസ് ഡി എന്ന് പറയുന്നതിന്റെ എണ്ണം 5d പ്ലസ് 6d 11d ആയി. 11d പ്ലസ് 7d എന്ന് പറഞ്ഞാൽ 18d ആയി. 18d പ്ലസ് 8d 26d ആയി. പ്ലസ് 9d എന്ന് പറഞ്ഞാൽ 35d ആയി. അപ്പോൾ അടുത്ത 5 ടേമിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 5a പ്ലസ് 35d എന്ന് പറയുന്ന കാര്യമാണ്. നമുക്കിവിടെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആദ്യത്തെ 5 ടേമിന്റെ സം എന്ന് പറയുന്നത് 5a പ്ലസ് 10d. നെക്സ്റ്റ് 5 ടേമിന്റെ സം എന്ന് പറയുന്നത് 5a പ്ലസ് 35d. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇതിന്റെ 1/4 ആണ് എന്ത് വരുന്നത്? 5a പ്ലസ് 10d എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത്. അതായത് which is equal to 1/4 into 5a പ്ലസ് 35d. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. 4 എന്ന് പറയുന്ന ഡിവിഷൻ ആണ്. അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കൊണ്ട് ഈ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5a into 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20a പ്ലസ് 10d into 4 എന്ന് പറഞ്ഞാൽ 40d ഈക്വൽ ടു 5a പ്ലസ് 35d. 20a മൈനസ് 5a ഈക്വൽ ടു 5a ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 35d മൈനസ് 40d. അതായത് ലെഫ്റ്റ് സൈഡിൽ എന്റെ ടേമും റൈറ്റ് സൈഡിൽ ഡിന്റെ ടേമുമായിട്ട് നമ്മൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. 20a നിന്ന് 5a പോയി കഴിഞ്ഞാൽ 15a ഈക്വൽ ടു മൈനസ് 5d. d ഈക്വൽ ടു ഒരു കേസിൽ നിന്ന് നമ്മൾ d എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുകയാണ്. d ഈക്വൽ ടു 15a ഡിവൈഡഡ് ബൈ മൈനസ് 5. 5 എന്ന് പറയുന്നത് 15 എന്ന് പറയുന്നതിൽ 3 ടൈംസ് ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് -3a. ഇനി നിങ്ങൾ നോക്കുക, എന് 2 ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആ എക്ക് പകരം എന്ത് കൊടുക്കാം? 2 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യാം. which is equal to -3 into 2.
നമ്മൾക്ക് 20th ടേം കാണണമെങ്കിൽ എ അറിയണം, ഡി അറിയണം. ഇപ്പൊ നമ്മൾക്ക് എയും അറിയാം, ഡി എന്ന് പറയുന്ന ആശയവും അറിയാം. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? 20th ടേം എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുകയാണ്. A20 ഈക്വൽ ടു ഫോർമുല പ്രകാരം എന്താ വരിക? A പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു ഡി ഇറ്റ് ഇസ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് 2 എഴുതാം. 20 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 19 ആണ് വരിക ഇൻറ്റു ഡി എന്ന് പറയുന്നത് മൈനസ് 6 ഇറ്റ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് മൈനസ് 114 ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 112. അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒരു എപിയുടെ mth ടേം എന്ന് പറയുന്നത് n ആണ്, nth ടേം എന്ന് പറയുന്നത് m ആണ്. എമ്മും എന്നും ഈക്വൽ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപിയുടെ m+nth ടേം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങളൊന്ന് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. mth ടേം എന്ന് പറഞ്ഞാൽ am എന്ന് പറയുന്നത് എന്താണ്? n ആണ്. അതേപോലെ nth ടേം എന്ന് പറയുന്നത് എന്താണ്? m ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഗിവൺ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് mth ടേം എന്ന് പറയുന്നതിനെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ നമുക്കറിയാം. അതായത് ഇംപ്ലൈസ് mth ടേം എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. ഇത് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? n ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ an ഈക്വൽ ടു m, അതായത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു m. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ടും ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടും നമ്മൾ എടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യും. ഒന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എയിൽ നിന്ന് എ പോവാന്ന് പറഞ്ഞാൽ എന്തായി? ആ ടൈം ക്യാൻസൽ ആയി പോയി. m മൈനസ് 1 ഡി മൈനസ് n മൈനസ് 1 ഡി ഈക്വൽ ടു n മൈനസ് m. ഇവിടെയും ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡി എന്ന് പറഞ്ഞ ആശയത്തെ മാറ്റി നിർത്താം. ഡി ഇൻറ്റു m മൈനസ് 1 മൈനസ് n മൈനസ് 1 ഈക്വൽ ടു n മൈനസ് m. ഇതിലെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് m മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഈക്വൽ ടു n മൈനസ് m. ഇവിടെ മൈനസ് 1ഉം പ്ലസ് 1ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കിട്ടിയിരിക്കുന്നത് d ഇൻറ്റു m മൈനസ് n ഈക്വൽ ടു n മൈനസ് m. Therefore d ഈക്വൽ ടു n മൈനസ് m ബൈ m മൈനസ് n. ഇനി നിങ്ങൾ മുകളിലുള്ള ടേമും താഴെയുള്ള ടേമും ഒന്ന് ഒബ്സർവ് ചെയ്യാം. മുകളിലുള്ള ടേം നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തായി? താഴെയുള്ള ടേമായി. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു മൈനസിന്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -1 എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഡി എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്ക് കിട്ടി. ഈ കിട്ടിയത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡിക്ക് പകരം -1 ഈക്വൽ ടു n. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ പോസിറ്റീവിനെ എന്താക്കി മാറ്റും? നെഗറ്റീവ് ആക്കി മാറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? -1 എന്ന് പറഞ്ഞ കാര്യത്തിനെ നേരെ m-ലേക്കും -1ലേക്കും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്താണ് കിട്ടുക? a പ്ലസ് m ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -m, -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1 ഈക്വൽ ടു n. അതായത് a ഈക്വൽ ടു n പ്ലസ് m -1. a എന്ന് പറയുന്ന ആശയം കിട്ടി. ഇപ്പൊ നമ്മുടെ മുൻപിൽ a അറിയാം, അതേപോലെ d എന്ന് പറയുന്ന കാര്യവും അറിയാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? m പ്ലസ് nth ടേം ആണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ ഇനി അത് കണ്ടെത്താൻ വേണ്ടി പോവാണ്. Therefore a m plus n equal to ഫോർമുല പ്രകാരം a plus m plus n minus 1 d. It is equal to a plus m plus n minus 1 into d ക്ക് പകരം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? -1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. അതേപോലെ a ക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം. a ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? n plus m minus 1 n plus m minus 1 minus m plus n minus 1. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്നതും ഉള്ളിൽ കിടക്കുന്നതിന്റെയും സിമ്പല് ഒരേപോലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, n
ഇവിടെ ഇങ്ങനെ പ്ലസ് n ആണ്. രണ്ടും ഒരേ സിമ്പിൾ ആണ്, ബ്രാക്കറ്റിനകത്തുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. m അതേമാതിരി തന്നെ m രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇവിടെ -1 ആണ് കിടക്കുന്നത്, ഇവിടെയും -1 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ടേമുകളും അതിൽ ക്യാൻസൽ ആയി പോകും. ആൻസർ ഒക്കെ എത്രയാണ് കിട്ടുക, 0 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. ഇതേ ചോദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പീത്ത് ടേം കണ്ടെത്തുക എന്നുള്ള ആശയം ചോദിക്കാറുണ്ട്. പീത്ത് ടേം കാണാൻ പറഞ്ഞാലും ആദ്യം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ ആശയം കാണുക, പിന്നെ എ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക, പിന്നെ AP അഥവാ പീത്ത് ടേം എന്ന് പറയുന്ന ആശയം കണ്ടെത്തുക. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് സം ഓഫ് n ടേംസ് ഓഫ് 2 APs, രണ്ട് APകളുടെ n ടേമിന്റെ സമ്മുകൾ തമ്മിലുള്ള റേഷ്യോ 3n + 8 7n + 15 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ APകൾക്കെല്ലാം 12th ടേംസ് ഉണ്ടായിരിക്കും. 12th ടേംസിന്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഗിവൺ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താണ്, രണ്ട് APകൾ ഉള്ളത് കൊണ്ട് തന്നെ n ടേമിന്റെ സമ്മിനെ ഞാൻ SN1 SN2 എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളായിട്ട് എഴുതുകയാണ്. നമ്മൾ പറയുന്നത് എന്താ, SN1 SN2 nth ടേമുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 3n + 8 7n + 15. ഏത് റേഷ്യോ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിനെ നമുക്ക് SN1 by SN2 equal to 3n + 8 by 7n + 15. SN1 കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്, SN2 കണ്ടുപിടിക്കാനും ഫോർമുല ഉണ്ട്. രണ്ടിന്റെയും ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാണ്. അതായത് n/2 into 2a1 plus n-1 d1 divided by n/2 into 2a2 plus n-1 d2 equal to 3n plus 8 by 7n plus 15. ഇപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടിലും നമ്മൾ n ടൈമിന്റെ സമ്മാണ് കാണുന്നത്. അതുകൊണ്ട് രണ്ടോടത്തിലും എന്താണ് വരിക, n ആണ് വരിക. പക്ഷെ ഇത് രണ്ട് APകളുടെ കാര്യമാണ് പറയുന്നത്. അത് രണ്ട് APകളുടെ ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ APയുടെ ഫസ്റ്റ് ടേം A1 ആയിട്ടും കോമൺ ഡിഫറൻസ് D1 ആയിട്ടും എടുക്കുക. അതേപോലെ സെക്കൻഡ് APയുടെ ഫസ്റ്റ് ടേം A2 ആയിട്ടും കോമൺ ഡിഫറൻസ് D2 ആയിട്ടും എടുക്കുക. അപ്പോഴാണ് ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇവിടെ തന്നെ n/2 എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും കാണാം, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിനെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 2a1 plus n-1 d1 by 2a2 plus n-1 d2 equal to 3n plus 8 by 7n plus 15. ഇതിനെ നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുക. റേഷ്യോ ഓഫ് 12th ടേം എന്ന് പറയുന്നത് ഫോർമുല പ്രകാരം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, a1 plus 11 d1 by a2 plus 11 d2. ആദ്യത്തെ APയുടെ 12th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 plus 11 d1 വരും. രണ്ടാമത്തെ APയുടെ 12th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, a2 plus 11 d2 എന്ന് പറയുന്ന കാര്യം വരും. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. എല്ലാ ടേമിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തൊട്ടു മുകളിലുള്ള സ്റ്റാർ ഇക്വേഷനുമായി ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുന്നത്. അപ്പൊ എല്ലാ ടൈമിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a1 plus 22 d1 by 2a2 plus 22 d2. ഈ പറയുന്ന ആശയം കിട്ടിയാൽ അതെന്താണ്, റേഷ്യോ ഓഫ് 12th ടേംസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് സ്റ്റാർ ഇക്വേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർ ഇക്വേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ n എന്ന് പറയുന്നതിന് 23 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് n equal to 23 ഇൻ ഇക്വേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ n ന് 23 അപ്ലൈ ചെയ്യാണ്. n ന് 23 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, 2a1 plus 23 minus 1 d1 by 2a2 plus 23 minus 1 d2 equal to 3 into 23 plus 8 divided by 7 into 23
plus 15 which is equal to 77 by 176. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ശരിക്കും എന്താണ് 2a1 plus 22d1 divided by 2a2 plus 22d2. അതായത് ഈ കാര്യം തന്നെയാണ്, അതായത് റേഷ്യോ ഓഫ് 12th ടേംസ് തന്നെയാണ് വരുന്നത്. 7/16 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോ റേഷ്യോ ഓഫ് 12th ടേംസ് എന്ന് പറയുന്ന ആശയം നമുക്ക് കിട്ടുന്നത് എന്താണ്? 7:16. നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. If the sum of first p terms of an AP, ഒരു AP യുടെ p ടേമിന്റെ സമ്മും അതുപോലെ q ടേമിന്റെ സമ്മും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ p plus q ടേമിന്റെ സം എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? p ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ sp ഈക്വൽ ടു sq. p ടേമിന്റെ സം എന്ന് പറയുന്നത് ഫോർമുല പ്രകാരം എന്താണ്? p/2 ഇൻറ്റു 2a പ്ലസ് p minus 1 into d equal to sq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q/2 into 2a plus q minus 1 into d. രണ്ട് സൈഡിലും താഴെയായിട്ട് 2 വരുന്നുണ്ട്. 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. p എന്ന് പറയുന്നത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ap plus p into p minus 1d equal to 2aq plus q into q minus 1 d. p square minus p into d minus q square minus q into d equal to, അതായത് d ന്റെ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഒപ്പം p ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, q ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈക്വൽ ടു 2aq minus 2ap. ഇവിടെ d എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ നമുക്ക് d എന്നത് കോമൺ ആയി മാറ്റി നിർത്തിയാൽ p സ്ക്വയർ മൈനസ് p മൈനസ് q സ്ക്വയർ മൈനസ് q ഈക്വൽ ടു 2a കോമൺ ആയി മാറ്റി നിർത്തിയാൽ 2a ഇൻറ്റു q മൈനസ് p. അടുത്ത സ്റ്റെപ്പില് d ഇൻറ്റു p സ്ക്വയർ മൈനസ് q സ്ക്വയർ. ഇവിടെ മൈനസ് പി എന്ന് പറയുന്ന ആശയമുണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ക്യൂ ആയിട്ട് മാറും. ഈക്വൽ ടു 2a ഇൻറ്റു ക്യൂ മൈനസ് ബി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നതിനെ ഒറ്റ ടേമായിട്ട് നമ്മൾ വിചാരിക്കുക. ഇവിടെ നിന്നും ഒരു നെഗറ്റീവ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇത് എന്താ വരിക? മൈനസ് ഓഫ് പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: d into p square minus q square എന്ന് പറഞ്ഞാൽ എന്ത് തുല്യമാണ്? p minus q into p plus q. മൈനസ് പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് വരുന്നത് എന്താണ്? മൈനസ് ഓഫ് p minus q equal to 2a into q minus p. ഈ ടേമിൽ p മൈനസ് q ഉണ്ട്, അതേപോലെ ഈ ടേമിലും p മൈനസ് q ഉണ്ട്. ആ p മൈനസ് q എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ ഔട്ട് സൈഡ് നിർത്താം. ഔട്ട്സൈഡ് നിർത്തുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യത്തെ എങ്ങനെ എഴുതാം? p മൈനസ് q d ഇൻറ്റു ഇവിടെ p പ്ലസ് q ബാലൻസ് ആണ്. മൈനസ് ഇവിടെ എല്ലാ ടൈമും പോയി, അതായത് ഇവിടെ ബാക്കി എന്തുണ്ടാവും? 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ p പ്ലസ് q മൈനസ് 1 ഈക്വൽ ടു 2a ഇൻറ്റു q മൈനസ് p. ഇവിടെ നിന്ന് നമ്മൾ d എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാം. Therefore d equal to 2a into q minus p divided by p minus q into p plus q minus 1. ഇതിലെ p minus q ഉം q minus q ക്യാൻസൽ ചെയ്താൽ എന്താണ് വരുന്നത്? -1 എന്ന് പറയുന്ന ആശയമാണ്. ഞാൻ ആ മൈനസ് 2a നെ ഒപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ d എന്ന് പറയുന്നത് എന്താണ്? -2a by p plus q minus 1. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? p plus q ടൈമിന്റെ സമ്മാണ്. അതായത് s p plus q equal to p plus q by 2 into 2a plus p plus q minus 1 into d, which is equal to p plus q by 2 into 2a plus p
പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? മൈനസ് 2a ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1. പി പ്ലസ് ക്യൂ മൈനസ് 1 എന്ന് പറയുന്നതും താഴത്തുള്ള പി പ്ലസ് ക്യൂ മൈനസ് 1 എന്നുള്ളതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രോസസ്. അപ്പോൾ ഇവിടെ 2a ഉണ്ട്, ഇവിടെ മൈനസ് 2a ഉണ്ട്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 0 ആയിരിക്കും. അപ്പോൾ എസ് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. ജിയോമെട്രിക് പ്രോഗ്രഷൻ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകളാണ് നമ്മൾ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതിനെ ജനറലി എഴുതുന്നത് AR സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞ കാര്യമാണ്. കോമൺ റേഷ്യോ ഉള്ള എല്ലാ സീക്വൻസുകളെയുമാണ് നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് പറയുക. ഈ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം. അതാണ് കോമൺ റേഷ്യോ കാണാനുള്ള ഐഡിയ. ഈ ജി പി എന്ന് പറയുന്നതിന്റെ nth ടേം അഥവാ ജനറൽ ടേം എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള ഫോർമുലയാണ് an is equal to a into r raised to n minus 1. അതേപോലെ n ടേമിന്റെ സം എന്ന് പറയുന്നത് രണ്ട് ഫോർമുലയുണ്ട്. r less than 1 ആകുമ്പോൾ a into 1 minus r raised to n divided by 1 minus r. r greater than 1 ആണ് വരുന്നതെങ്കിൽ a into r raised to n minus 1 divided by r minus 1. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം സം ടു ഇൻഫിനിറ്റി. ജി പിയുടെ ഇൻഫൈനൈറ്റ് ടൈമിന്റെ സം കാണാൻ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഫോർമുല എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. അടുത്തത് രണ്ട് നമ്പറുകളാണ്, പോസിറ്റീവ് നമ്പേഴ്സുകളാണ് എയും ബിയും എങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് a പ്ലസ് ബി ബൈ 2, ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി. ഇത്ര ഫോർമുലാസുകളാണ് നമ്മളൊക്കെ ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ പറയുന്നത് ഒരു ജി പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഇൻഫൈനൈറ്റ് ടേമിന്റെ സം കണ്ടുപിടിക്കണം. ഇൻഫൈനൈറ്റ് ടേമിന്റെ സം കാണാനുള്ള ഫോർമുല എന്താണ്? എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. നമുക്ക് തന്നിട്ടുള്ള ജി പി നിങ്ങൾ നോക്കുക. അതിലെ ഫസ്റ്റ് ടൈം ആണ് എ. അപ്പോൾ എ എന്ന് പറയുന്നത് മൈനസ് 3/4. ആർ എന്ന് പറയുന്നത് തുടർച്ചയായി മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം നോക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ തുടർച്ചയായി മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആശ നോക്കും നിങ്ങൾ. എല്ലാത്തിലും 3 ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് വരുന്നില്ല? 3 വരുന്നില്ല. പിന്നെ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ് എന്ന് പറയുന്ന ആശം വരുന്നുണ്ട് ആണ്. ഇവിടെ 4 ആണ്, ഇവിടെ 16 ആണ്, ഇവിടെ 64 ആണ്. തുടർച്ചയായിട്ട് താഴെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? 4 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1/4. Therefore S infinity equal to minus 3/4 by 1 minus 1/4, which is equal to minus 3/4 by 1 plus 1/4. Minus into minus എന്തായിട്ട് മാറും? ഇവിടെ പ്ലസ് ആയിട്ട് മാറും. by 1 കൊടുക്കാതെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. minus 3/4 by 4 plus 1 divided by 4, which is equal to minus 3/4 into 4 by 5. 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ minus 3/5. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു സീക്വൻസിന്റെ ഇൻഫൈനൈറ്റ് ടൈമിന്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സീക്വൻസിന്റെ പ്രത്യേകത അതൊരു ജി പി ആണ്. ഒന്ന് ഒബ്സർവ് ചെയ്യുക. 1, 1/3, 1/9 എക്സെട്ര. ഇത് ശരിക്കും എന്താണ്? തുടർച്ചയായി 1/3 മൾട്ടിപ്ലൈ ചെയ്തു പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അതിന്റെ കോമൺ റേഷ്യോ എന്തായിരിക്കും? 1/3 ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. ഇൻഫൈനൈറ്റ് ടൈമിന്റെ സം ആണ് എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് ആർ എന്ന് പറയുന്നത് 1/3. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 minus 1 divided by 3. 1/2/3. 1/2/3 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മീനിങ്? 2/3യുടെ റെസിപ്രോക്കൽ എടുക്കുക എന്നുള്ളതാണ്. അതായത് 3/2. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി തന്നിരിക്കുന്നത് ഈ 3 നമ്പറുകൾ ഒരു ജി പി ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ജി പി എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ തൊട്ടു മുകളിലുള്ള ടേമിൽ നിന്നും തൊട്ടു പിന്നിലുള്ള ടേം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും കോമൺ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ
എക്സ് ബൈ -2/7 എന്ന് പറഞ്ഞ ആശയം കോമൺ റേഷ്യോ കാണാനുള്ള ഒരു മാർഗമാണ്. അല്ലെങ്കിൽ -7/2 ബൈ എക്സ് എന്ന് പറയുന്നത് കോമൺ റേഷ്യോ കാണാനുള്ള മറ്റൊരു മാർഗമാണ്. എന്ത് രീതിയിൽ ചെയ്താലും കോമൺ റേഷ്യോ ഇപ്പോൾ എന്താണ്, ഒരേപോലെയാണ് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഈക്വൽ എന്ന് പറഞ്ഞ ആശയം കൊടുക്കാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് എന്ത് പറയാം, x² = -2/7 ഇൻറ്റു -7/2. 2 ക്യാൻസൽ ചെയ്യാം, 7 ക്യാൻസൽ ചെയ്യാം, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ x² 1 ആയിരിക്കണം. അതായത് x = √1 which is equal to +or-1. അടുത്ത ചോദ്യത്തിൽ നമ്മൾക്ക് ചെയ്യുവാനുള്ളത് ഒരു സീരീസ് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ 5 ടേമിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം നമ്മളത് ഒബ്സർവ് ചെയ്തിട്ട് GP ആണോ AP ആണോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷമേ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ GP ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ആദ്യം ഫസ്റ്റ് ടേം എന്ന് പറയുന്ന കാര്യം 1. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് തുടർച്ചയായി മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 2/3 ആണ്. ഈ 2/3 എന്ന് പറയുന്നത് 1-നേക്കാൾ താഴെയാണോ അതോ മുകളിലാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതിനനുസരിച്ച് ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നിർബന്ധമായും എന്താണ്, <1 ആണ്. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1-നേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ ഇത് <1 ആണ്. അങ്ങനെയാണെങ്കിൽ Sn എന്ന് പറയുന്ന ഫോർമുല എങ്ങനെയാണ് വരിക, a × 1 - r/n ഡിവൈഡഡ് ബൈ 1 - r. ഇത് ജനറൽ ഫോർമുലയാണ്. നമുക്ക് Sn കാണണ്ട, S5 കണ്ടെത്തിയാൽ മതി. S5 = a എന്ന് പറയുന്നത് 1 × 1 - r എന്ന് പറയുന്നത് 2/3 റൈസ് ടു n എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 1 - 2/3 ബൈ 1 കൊടുക്കുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. 1 - 2/3 റൈസ് ടു 5 അങ്ങനെ തന്നെ വരും. ഡിവൈഡ് ബൈ 3 - 2 ഡിവൈഡ് ബൈ 3 which is equal to ഇത് 1/3 ആണ് വരിക. ഇതിൽ 3 എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും, മുകളിലേക്ക് പോയിട്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഈ കാര്യം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3 × 1 - 2/3 raised to 5 which is equal to 3 × 1 - 2 raised to 5 by 3 raised to 5. അതായത് പവറിൽ കിടക്കുന്ന 5 എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ = 3 × 3 raised to 5 ആണ് വരിക. 3 raised to 5 എന്ന് പറഞ്ഞാൽ 243 മൈനസ് 2 raised to 5 എന്ന് പറയുന്നത് 32 ഡിവൈഡഡ് ബൈ 1 × 3 raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 243 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് 243 ക്യാൻസൽ ചെയ്യാം, ബാലൻസ് വരുന്നത് 81. അപ്പോൾ 243 - 32 എന്ന് പറയുന്നത് 211/81. ഒരു GP തന്നിട്ടുണ്ട്, nth ടൈം തന്നിട്ടുണ്ട്, n കണ്ടെത്തുക. അതാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ GP തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 ആയിരിക്കും. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് തുടർച്ചയായി മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ഏത് നമ്പറാണ് നോക്കിയാൽ മതി, -1/2. ആദ്യത്തെ പോസിറ്റീവ് ആണ്, പിന്നെ നെഗറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് ആണ്. അപ്പോൾ സിംബലുകളിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് അവിടെ ഒരു മൈനസ് വരും കോമൺ റേഷ്യോയിൽ. കൂടാതെ ഡിനോമിനേറ്ററിൽ തുടർച്ചയായി 2 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ആലോചിക്കുമ്പോൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, -1/2 ആയിരിക്കണം. അപ്പോൾ a എന്ന് പറയുന്നത് 5 കിട്ടി, r എന്ന് പറയുന്നത് -1/2 കിട്ടി. ഇത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ nth ടൈം an എന്ന് പറയുന്നത് 5/1024. ശരിക്കും an എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എഴുതിയാൽ a(r⁻n - 1 = 5/1024. ഇതിലെ a എന്ന് പറയുന്നത് എത്രയാണ്, 5 ഇൻറ്റു r എന്ന് പറയുന്നത് -1/2 raised to n - 1 = 5/1024. ഇവിടെ മുകളിൽ നിൽക്കുന്ന 5 ഇവിടെ മുകളിൽ നിൽക്കുന്ന 5 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് -1/2 raised to n - 1 = 1/1024 which is equal to 1/2 raised to 10. അതായത് 1024 എന്ന് പറയുന്നത് 2 raised to 10 ആണ്.
1/2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് പറഞ്ഞ് എഴുതാം. അതുകൊണ്ടാണ് നേരിട്ട് എന്ത് എഴുതിയത്? 1/2 എന്ന് പറഞ്ഞ് എഴുതിയത്. ഇതിന്റെ പവറിൽ കിടക്കുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ട് പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും പുറത്തേക്ക് വരുമ്പോൾ അത് എന്താ കിട്ടുക? ഒരേ ആൻസർ തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചിന്തിക്കാം? ഇതേ കാര്യത്തിനെ -1/2 എന്ന് പറഞ്ഞ് എടുക്കാം. കാരണം എന്താ? 1/2 ചെയ്താലും -1/2 ചെയ്താലും എന്താണ്? ഒരേ ആൻസർ ആണ് കിട്ടുക. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ആദ്യത്തെയും ഇവിടുത്തെ ലാസ്റ്റിലത്തെയും ഒന്ന് കണക്ട് ചെയ്യാം. -1/2 പവറിൽ n-1 ഉണ്ട്, അവിടെ -1/2 പവറിൽ 10 ഉണ്ട്. n-1 equal to 10. That is n is equal to 10 plus 1 which is equal to 11. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. If am and gm of two numbers are 10 and 8 respectively. രണ്ട് നമ്പറുകളുടെ am എന്ന് പറയുന്നത് 10 ആണ്, gm എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പറുകൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. അപ്പോൾ am എന്ന് പറയുന്ന കാര്യം കണ്ടെത്താനുള്ള ഫോർമുല a plus b by 2. gm എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ OPB. അപ്പോൾ രണ്ട് നമ്പറുകൾ ഒന്ന് എയും മറ്റത് ബിയും ആണെന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ a plus b by 2 എന്ന് പറയുന്നത് 10 ആണ്. അതായത് a plus b എന്ന് പറയുന്നത് 20 ആണ്. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. അതേപോലെ gm എന്ന് പറയുന്നത് √ab എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 8 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് മോഡിഫൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ab എന്ന് പറയുന്നത് 64. ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടണം, അതേ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ a എന്ന് പറയുന്നത് 16 ആവാം, b എന്ന് പറയുന്നത് 4 ആവാം. അല്ലെങ്കിൽ a എന്ന് പറയുന്നത് 4 ആവാം, b എന്ന് പറയുന്നത് 16 ആവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു GP തന്നിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ കുറച്ചു ടേമുകൾ സം ചെയ്തപ്പോൾ 3069/512 ആണെന്ന് തന്നിട്ടുണ്ട്. എത്ര ടേമുകളാണ് സം ചെയ്ത് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? n എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം GP ഒന്ന് എഴുതുകയാണ്. 3, 3/2, 3/4 എക്സെട്ര. a എന്ന് പറയുന്നത് 3 ആയിരിക്കും. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് തുടർച്ചയായി മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം ഏതാ വരിക? 1/2 ആണ് കിട്ടുക. ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയോ ടേമുകൾ സം ചെയ്തപ്പോൾ 3069/512 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് n ടൈമിന്റെ സം ആണെന്നാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ Sn is equal to 3069/512. Sn എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ a into 1 minus r raised to n divided by 1 minus r equal to 3069/512. ഇതിലെ a എന്ന് പറയുന്നതിന് 3 കൊടുക്കാം, r ന് പകരം 1/2 കൊടുക്കാം. 3 into 1 minus 1/2 raised to n divided by 1 minus 1/2 equal to 3069/512. 1 minus 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആ 1/2 2 എന്ന് പറയുന്നത് എവിടേക്ക് പോകും? നേരെ മുകളിലേക്ക് പോകും. അതായത് ഇവിടേക്ക് വരുമ്പോൾ എന്തായി മാറിയത്? 6 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് പറയാം? 6 into 1 minus 1/2 raised to n equal to 3069/512. അതായത് 1 minus 1/2 raised to n equal to 3069/512 into 6. 6 മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ മുമ്പ് എവിടേക്കാണ് വരിക? ഡിവിഷനിലേക്കാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. 3069/3072. ഇവിടെ നിന്ന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണ്ടത് എന്നിന്റെ വാല്യൂ ആണ്. അപ്പോൾ 1/2 raised to n എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 1 minus 3069/3072 by 1 കൊടുക്കാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3072 minus 3069 divided by 3072. 1/2 raised to n equal to ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ് വരിക.
ഡിവൈഡഡ് ബൈ 3072. 3 എന്ന് പറയുന്നത് 3072 ക്യാൻസൽ ചെയ്താൽ 1024. അതായത് 1/1024. തൊട്ട് മുന്നത്തെ പോയിട്ട് നമ്മൾ എഴുതിയതിനെ 1/210 എന്ന് പറഞ്ഞെടുക്കാം. 210ന്റെ വാല്യൂ ആണെന്ന് വരിക 1024 വരിക. ഇവിടെ നിങ്ങൾ നോക്കുക 1/2n എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന് തുല്യമായി 1/210 തുല്യമായി. ഈ 1/210 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പവർ കിടക്കുന്നത്? ഇവിടെ പവർ കിടക്കുന്നത് 10 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കാം. ഇനി GPയുടെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസും AM-ഉം GM-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.